ബ്രൈറ്റ് നാവിഗേറ്ററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഗതം ബ്രൈറ്റ് നാവിഗേറ്ററിലേക്ക്. ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് സ്മാർട്ട് വെബിൻ കൊച്ചി. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്താണ് എന്നുള്ളത് പലർക്കൊരു ആകാംക്ഷയുണ്ട് അല്ലേ? നമ്മൾ പലരും യാത്ര ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ചും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങളുടെ വാഹനങ്ങൾ ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റുമോ? വാഹനം എന്ന് പറയുമ്പോൾ കാറുകളോ ബസ്സുകളോ ഒന്നും അല്ല, ഞങ്ങൾ ടു വീലേഴ്സ് കൊണ്ടുപോകാനുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു. അപ്പം അത് എന്താണ്, എന്തൊക്കെ രേഖകളാണ് വേണ്ടത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഇതാണ് നാം ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഇതിന് എന്തൊക്കെ രേഖകൾ വേണമെന്നതാണ്. അപ്പോൾ നമുക്ക് 4 രേഖകളാണ് വേണ്ടത്. ഒന്ന്, RC ബുക്കിൻ്റെ ഒറിജിനൽ വേണം. അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് അംഗീകൃത തിരിച്ചറിയൽ കാർഡിൻ്റെ ഒറിജിനൽ വേണം. RC ബുക്കിൻ്റെ കോപ്പി വേണം. തൊട്ട് മുമ്പ് പറഞ്ഞ ഗവൺമെൻറ് അംഗീകൃത തിരിച്ചറിയൽ രേഖയുടെ കോപ്പി വേണം. 2 ഒറിജിനൽ രേഖകൾ ഞാൻ പറഞ്ഞു. ഇത് അതത് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 രേഖകളാണെന്ന് പറഞ്ഞു. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, നിങ്ങളുടെ വാഹനത്തിലെ വിച്ച് മീൻസ് നിങ്ങളുടെ 2 വീലറിലെ പെട്രോൾ മുഴുവൻ നിങ്ങൾ എംപ്റ്റി ആക്കിയിട്ടുണ്ടാകും. അതായത് നിങ്ങളുടെ വണ്ടിയിലെ പെട്രോൾ നിങ്ങൾ ഒരു കുപ്പിയിലേക്ക് മറ്റോ മാറ്റി വയ്ക്കുക. ഒരു തുണി കൊണ്ട് ഒപ്പിയെടുത്താൽ പോലും ഒരു തരി പെട്രോൾ പോലും ഉണ്ടാവാത്ത രീതിയിൽ ഫുൾ കാലിയാക്കണം. ഓക്കെ, ഇതാണ് നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ രേഖകൾ, അതായത് നിങ്ങളുടെ RC ബുക്കും അതുപോലെ തിരിച്ചറിയൽ രേഖയുടെയും ഒറിജിനൽ നിങ്ങളുടെ മുമ്പിൽ അത് വെരിഫിക്കേഷൻ നടത്തിയിട്ട് നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തും. അതായത് നിങ്ങളുടെ വണ്ടിയിൽ ഒരു തുള്ളി പോലും പെട്രോൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് അവർ ഈ ഒരു പ്രോസസ്സിലൂടെ ചെയ്യുന്നത്. മൂന്നാമത്തത് അതിൻ്റെ പാക്കിംഗ് സെക്ഷനാണ്. പാക്കിംഗ് സെക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ പോർട്ടർമാർ നമ്മൾ കാണാറുണ്ടല്ലേ, അവർ എന്ത് ചെയ്യും, അവർ നമ്മുടെ 2 വീലർ പാക്ക് ചെയ്യും. വേണമെങ്കിൽ നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അവർ പാക്ക് ചെയ്യുന്നതിന് കുറഞ്ഞതൊരു 300 രൂപയെങ്കിലും അതിന് ഈടാക്കുന്നതാണ്. നാലാമത്തത് ഒരു ഫോം നമുക്ക് തരും. ആ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന കൂട്ടത്തിൽ വണ്ടി നമ്പർ, അത് അയക്കുന്ന ആളുടെ പേരും അഡ്രസ്സും വാങ്ങുന്ന ആളുടെ പേരും അഡ്രസ്സും ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഫോം പൂരിപ്പിക്കുന്ന സമയത്ത് എവിടേക്കാണ് വണ്ടി അയക്കുന്നതും കൂടെ മെൻഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫോം ഫില്ല് ചെയ്ത് നമ്മൾ പൈസ അടയ്ക്കുന്നു. അവർ പറഞ്ഞ പൈസ അടച്ചു കഴിയുമ്പോൾ നമുക്കൊരു റെസിപ്റ്റ് കിട്ടും. ഈ റെസിപ്റ്റിന് അതൊരു റെസിപ്റ്റ് നമ്പർ ഉണ്ടാവും. ഈ നമ്പർ വണ്ടിയുടെ പുറത്ത് നിങ്ങൾ രേഖപ്പെടുത്തണം. അപ്പം ഇതാണ് എൻ്റെ ഓവറോൾ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് നമ്മുടെ വാഹനങ്ങൾ ട്രെയിൻ മാർഗം നമ്മൾ അയക്കുന്ന സമയത്ത് അവിടേക്ക് ട്രെയിൻ സർവീസ് ലഭ്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ രേഖകൾ വേണമെന്ന് പറഞ്ഞു, അതിൻ്റെ പ്രൊസീജിയേഴ്സ് പറഞ്ഞു, അതിൻ്റെ ഫോമിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ആർക്കാണോ അയക്കണത് അയാളുടെ മൊബൈൽ നമ്പർ കൂടെ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പം ഇനി ഓർത്തിരിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, പലരും ചോദിക്കും, ഞാൻ ഇത്രയൊക്കെ ചെയ്തു, ഇനി എങ്ങനെയാണ് ഞാനിത് അറിയുക എന്നുള്ളത്. ഞാൻ പറഞ്ഞു, നമ്മൾ ആർക്കാണോ അയക്കണത് അയാളുടെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം വൺസ് ആ ഒരു വണ്ടി അയക്കുന്ന വണ്ടി ആ പെർട്ടിക്കുലർ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് കോൾ വരും. റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു കോൾ വരും. 6 മണിക്കൂർ വരെ ഇത് ഫ്രീ ആണ്. ആഫ്റ്റർ 6 hours ഓരോ മണിക്കൂറും അത് ചാർജബിളാണ്. സോ എന്ത് സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണല്ലേ, പലർക്കും അറിയില്ല. പലരും ആകെ ടെൻഷൻ അടിക്കും, അയ്യോ എൻ്റെ വണ്ടി അയക്കണം. പലരും അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് മണിക്കൂറോളം യാത്ര ചെയ്ത് ആകെ ചത്ത പരുവത്തിലാണ് വരുന്നത്. ഇനി ആ ഒരു അവസ്ഥയിലേക്ക് പോകണ്ട. ഇത്രയും ഒരു സിമ്പിളായിട്ടുള്ള ഒരു സംവിധാനം റെയിൽവേ തന്നെ ഒരുക്കിയ സ്ഥിതിക്ക് നമുക്ക് ഇത്തരം സംവിധാനങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും ഈ ഒരു ചെറിയൊരു പങ്ക്തി നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായെന്നും കരുതുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു പുതുമയുള്ള വീഡിയോയും അതിലെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ
ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ബ്രൈറ്റ് നാവിഗേറ്റർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും ടൈംലി നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പങ്കുവയ്ക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു പുതുമയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് വെബ് ഇൻ കൊച്ചി.